നമസ്കാരം. മലയാള സിനിമയില്ലാത്ത ഒരു വെള്ളിയാഴ്ച. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് മലയാള സിനിമ റിലീസ് ചെയ്യാത്ത ഒരു വെള്ളിയാഴ്ച. അത് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഫിലിം ചേംബറിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അതോടൊപ്പം തിയേറ്റർ ഉടമ, വനിതാ തിയേറ്റർ ഉടമയായിട്ട് സംസാരിച്ചു, പല ആളുകളുമായിട്ട് സംസാരിച്ചു. അത്ഭുതമാണ്. ഒരു മലയാള സിനിമ പോലും റിലീസ് ചെയ്യാത്ത വെള്ളിയാഴ്ചയാണ് ഇന്ന് കടന്നു പോയിരിക്കുന്നത്. ഇന്ന് ഹിന്ദിയും ഇംഗ്ലീഷും ഓരോ സിനിമ ഇല്ലാത്തത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെറിയ സിനിമകളായി 9 സിനിമകൾ റിലീസ് ചെയ്തു. ഓരോ സിനിമയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും റിലീസ് വേണമെന്നുള്ള എനിക്ക് രാവിലെ 7:30 മണിക്ക് സിനിമ റിലീസ് ചെയ്തു വെള്ളിയാഴ്ച. പക്ഷേ എന്താണ് അവസ്ഥ? വലിയ പ്രതിസന്ധിയിലാണ് മലയാള സിനിമ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞത്. 15 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്കൊരു ഓർമ്മയുള്ളൂ. പക്ഷെ അത് ഉറപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ റിലീസാവുന്ന, വ്യാഴം വെള്ളി ശനിയൊക്കെ റിലീസ് ഉണ്ടാവുന്ന നാളുകളാണ് പോയത്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി കാരണം പല തിയേറ്ററും അടഞ്ഞു കിടക്കുന്നു. ഇതാരും കാണുന്നില്ല, ആരും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാനിത് കൃത്യമായി പല ആളുകളുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞതോടുകൂടിയാണ് എനിക്ക് വിവരം ലഭ്യമായിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം സർക്കാരുമായിട്ട് പല ചർച്ച നടത്തി. കഴിഞ്ഞ ചർച്ചയിൽ സർക്കാർ 2 ആഴ്ചക്കുള്ളിൽ ആനുകൂല്യങ്ങളെല്ലാം തരാമെന്ന് ഏറെക്കുറെ വാഗ്ദാനം നൽകി. ആ ഒരു ആനുകൂല്യങ്ങളും തിയേറ്റർ ഉടമകൾക്ക് കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാവുന്നു, കടക്കണിയിലേക്ക് പോകുന്ന നിലയിലേക്ക് പോകുന്നു, ഇവരെ ലോൺ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മലയാള സിനിമ റിലീസ് ചെയ്യാത്തൊരു വെള്ളിയാഴ്ച എന്ന് ഓർമ്മപ്പെടുത്തിയത്. ഇനിയുള്ള നാളുകൾ, ഇനിയിപ്പോൾ റംസാനാണ്, നൊയമ്പ് സമയമാണ്, റിലീസുകൾ കുറവാണ്. എങ്കിലും റിലീസുകൾ ചെയ്യാറുണ്ടായിരുന്നു. ഇതിനു മുമ്പ് അങ്ങനെ ഒരു വിഷയമുണ്ടായിട്ടില്ല. ഇതാരും അറിയാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും മലയാള സിനിമയുടെ വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിൽ പോകുന്നു. ഇവർ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ പല കാര്യങ്ങളും മുന്നോട്ട് വെച്ച് സർക്കാർ ചെയ്യാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി. പക്ഷേ സർക്കാർ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥ. മൊത്തത്തിൽ പ്രതിസന്ധിയിലായി പല തിയേറ്ററും അടഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ചരിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമ റിലീസ് ചെയ്യാത്ത വെള്ളിയാഴ്ച അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കാലം മുന്നോട്ട് എങ്ങനെയാണെന്ന് കാത്തിരുന്ന് കാണാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.